لكن الذين اتقوا ربهم لهم جنات تجري من تحتها الأنهار خالدين فيها نزلا من عند الله وما عند الله خير للأبرار وإن من أهل الكتاب لمن يؤمن بالله وما أنزل إليكم وما أنزل إليهم خاشعين لله لا يشترون بآيات الله ثمنا قليلا أولئك لهم أجرهم عند ربهم إن الله سريع الحساب. لكن പക്ഷേ الذين اتقوا ربهم അവരുടെ രക്ഷിതാവിനോട് ഭയഭക്തി പുലർത്തിയവർ ലഹും ജന്നാത്ത് അവർക്ക് ആരാമങ്ങളുണ്ട് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ അതിന്റെ അടിവാരങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഖാലിദീന ഫീഹാ അതിലവർ ശാശ്വതരായിരിക്കും നുസുലം മിൻ ഇൻദില്ലാഹ് ഇത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള സൽക്കാരമാകുന്നു വമാ ഇൻദല്ലാഹി ഖൈറുൽ ലിൽ അബ്റാർ പുണ്യവാളന്മാരെ സംബന്ധിച്ചിടത്തോളം ഉത്തമം അല്ലാഹുവിന്റെ പക്കലുള്ള അനുഗ്രഹങ്ങൾ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധികളുടെ ആർമാദങ്ങളിലും ആഹ്ലാദ ആരവങ്ങളിലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞതിന് ശേഷം അതിന് നേരെ എതിരായ വിഭാഗം ഭയഭക്തന്മാരായ ആളുകൾക്ക് എന്ത് കിട്ടും അത് വിവരിക്കുന്നു. പക്ഷേ സ്വന്തം രക്ഷിതാവിനെ അറിയുകയും ആ രക്ഷിതാവിനോട് സ്നേഹാദരവുകൾ പുലർത്തുകയും ആ രക്ഷിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുകയും ചെയ്ത ആളുകൾ ലഹും ജന്നാത്ത് അവർക്ക് ധാരാളം ആരാമങ്ങളുണ്ട് തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ അതിന്റെ അടിവാരങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സ്വർഗം കിട്ടും. നല്ലതിൽ ജീവിച്ചാൽ എന്ത് കിട്ടും? സ്വർഗം കിട്ടും. ആ സ്വർഗം അത് പരലോകത്തന്നെ. മനുഷ്യന് ചില തെറ്റിദ്ധാരണകളുണ്ട്. അതിലൊന്നാണ് മരിക്കും, അടുത്തൊന്നും മരിക്കുകയില്ല. പരലോകം കുറേ ദൂരത്താണ്. കുല്ലും മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി ഓരോരുത്തരും കുടുംബത്തിൽ രാവിലെ എഴുന്നേൽക്കുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാളും മരണം അവനിലേക്ക് അടുത്തിരിക്കുന്നു. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യ ജീവിതത്തിന് യാതൊരു വിലയും നിലയിലും ഇല്ലാതിരിക്കുന്നൊരു സാഹചര്യം. ഇതിനും നമ്മളുടെ വിചാരം കുറേ കാലഘട്ടം ജീവിക്കുമെന്നാണ്. രണ്ടാമതായി ഇന്ന് നമ്മളുടെ പാപങ്ങൾ കാരണം സമയമാകട്ടെ അതിവേഗതയിൽ കുതിച്ചു പായുകയാണ്. ഇന്നത്തെ കുട്ടികൾ, ഇന്നത്തെ യുവാക്കൾ നാളത്തെ വൃദ്ധന്മാരായി മാറി
പെട്ടെന്ന് ജീവിതഗോതയിൽ നിന്ന് മാറുന്ന രംഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വർഗം കിട്ടുമെന്ന് പറയുന്നത് വളരെ വിദൂരത്തൊന്നുമല്ല, അങ്ങേയറ്റം അടുത്ത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനത്തിന്റെ വെളിച്ചത്തിൽ അല്ലാഹു തആല രണ്ട് അനുഗ്രഹങ്ങൾ ചെയ്യും. ഒന്ന്, ഈ ലോകത്ത് പടച്ചവൻ വലിയ സമാധാനം തരും, വലിയ സംതൃപ്തി തരും. ചിലപ്പോൾ പണവും പണ്ടവും തരും, അധികാര സ്ഥാനമാനങ്ങൾ തരും. ചിലപ്പോൾ അത് നൽകിയില്ലെങ്കിലും അതിനേക്കാളും മഹത്തരമായ ഹൃദയ സംതൃപ്തി, മാനസിക സമാധാനം, അങ്ങേയറ്റം ഐശ്വര്യം അള്ളാഹു നൽകും. മഹാന്മാരായ സഹാബികൾക്ക് നൽകി, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് നൽകി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സമ്പന്നത ഇന്നും ലോകത്ത് നിലനിൽക്കുകയാണ്. മഹാത്മാക്കളായ മുൻഗാമികളുടെ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും അവർക്ക് അള്ളാഹു നൽകിയ സ്ഥാനമാനങ്ങളും ഇന്ന് ലോകത്ത് വസന്തം വിരിഞ്ഞു നിൽക്കുകയാണ്. لكن الذين اتقوا ربهم لهم جنات تجري من تحتها الأنهار. രണ്ടാമത്തെ അനുഗ്രഹം, അല്ലാഹു തആല പരലോക വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്ത് നൽകുന്ന വലിയ അഭിമാനവും സംതൃപ്തിയുമുണ്ട്. അത് മനസ്സിലാക്കി തരാൻ അല്ലാമ ഷബീർ അഹ്മദ് ഉസ്മാനി അതിസുന്ദരമായ ഉദാഹരണം പറയുന്നു. ഒരു മനുഷ്യൻ ജയിലിൽ കിടക്കുകയാണ്. അവന്റെ അരികിലേക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ദൂതൻ വന്നിട്ട് പറഞ്ഞു, ഏതാനും ദിവസമൊന്ന് സഹിക്കണം, ക്ഷമിക്കണം, നിങ്ങൾ അടുത്തു തന്നെ ജയിൽ മോചിതനാകുമെന്ന് മാത്രമല്ല ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാകും. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ വന്ന് പറയുന്നവർ ചിലർ സത്യസന്ധന്മാരായിരിക്കാം, ചിലർ വെറുതെ പറയുന്നതായിരിക്കാം, പലപ്പോഴും അത് പുലരാനുമില്ല. അതെല്ലാം ലോകത്തിന്റെ ഓരോ അവസ്ഥ. പടച്ചവൻ നിരപരാധികളായ ആളുകൾക്ക് മോചനം നൽകുമാറാകട്ടെ. പക്ഷേ ഇതുപോലെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ, ഇഹലോകം സത്യവിശ്വാസിയുടെ ജയിലറയാണ്. വജന്നത്തുൽ കാഫിർ, നിഷേധിയുടെ സ്വർഗമാണ്. കഴിഞ്ഞ ആയത്തിൽ പറയപ്പെട്ടതുപോലെ നിഷേധികൾ ആർമാദിക്കുന്നു, അഹങ്കരിക്കുന്നു, ധിക്കരിക്കുന്നു, പാപങ്ങളിലായി കഴിയുന്നു. സത്യവിശ്വാസികൾ വലിയ ഞെരുക്കത്തിലും നിയന്ത്രണത്തിലും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ജയില് പോലെ കഴിയുന്നു. അവന്റെ അരികിലേക്ക് വരികയാണ് അള്ളാഹുവിന്റെ ദൂതനായ മാലിക്കുൽ മുൽക്ക് ദുൽ ജലാലി വൽ ഇക്റാമായ പടച്ചവന്റെ ദൂതനായ പ്രവാചകന്മാർ. ആകാശഭൂമികളെ പടച്ച് പരിപാലിക്കുന്നവൻ, സ്വർഗത്തിന്റെ ഉടമസ്ഥൻ, ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും അധിപതി, കാരുണ്യവാനായ പടച്ചവന്റെ ഭാഗത്തു നിന്നും ദൂതന്മാര് കടന്നു വരുന്നു. ആദം അലൈഹിസ്സലാം മുതൽ മഹാന്മാരായ നബിമാർ ഓരോരുത്തരായി കടന്നു വരുന്നു. അവസാനമായി അസ്വാദിഖുൽ മസ്ദൂഖ് ഖാതമുൻ നബിയീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു. തങ്ങൾക്ക് ശേഷം പ്രബോധകന്മാർ, പണ്ഡിതന്മാർ, നന്മ ഉപദേശിക്കുന്നവർ, തിന്മ തടയുന്നവർ കടന്നു വരുന്നു. എന്നിട്ട് പറയുന്നു, ഭൗതിക ജീവിതത്തിന്റെ ഞെരുക്കങ്ങളിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും കഴിയുന്ന സഹോദര സഹോദരി, അല്പമൊന്ന് സഹിക്കുക, ക്ഷമിക്കുക. അടുത്തു തന്നെ നിങ്ങൾ ഇവിടെ നിന്നും മോചിപ്പിക്കപ്പെട്ട് ഒന്നെങ്കിൽ ഈ ലോകത്ത് തന്നെ പടച്ചവൻ വിശാലത നൽകുന്നതാണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതത്തിൽ വമ്പിച്ച വിജയവും മഹത്വവും സ്ഥാനമാനങ്ങളും നൽകുന്നതാണ്. ഇത് കേൾക്കുന്ന സമയത്ത് വിശ്വാസിയുടെ അകതാരിൽ ഉണ്ടാകുന്ന ഒരനുഭൂതിയുണ്ട്, സന്തോഷമുണ്ട്. ആകാശഭൂമികളുടെ ഈ മുഴുവൻ ലോകത്തിന്റെയും അധികാരത്തെക്കാളും വളരെ മഹത്തരമായൊരു അനുഭൂതിയാണ്. കാരണം ഒരാൾക്ക് ഭരണാധികാരം കിട്ടി, പക്ഷെ ഏത് സമയത്തും പിടിച്ചു മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്.
രണ്ടും മൂന്നും പടികളിൽ ഊന്നിയാണ് ഭരണാധികാരം നിൽക്കുന്നത്. ആരെങ്കിലും ഒന്ന് വടി വലിച്ചു കഴിഞ്ഞാൽ 10 എന്ന് പറഞ്ഞ് അടിയിലേക്ക് കിടക്കും. ഇങ്ങനെയുള്ള ഭരണാധികാരികൾക്ക് രാത്രി ഉറക്കമില്ല, ജീവിതത്തിൽ സമാധാനമില്ല. അവരെ സന്തോഷിപ്പിക്കണം, ഇവരെ സന്തോഷിപ്പിക്കണം, ആ ചാട്ടക്കാരെ പേടിക്കണം, ഈ ചാട്ടക്കാരെ ശ്രദ്ധിക്കണം. ഇങ്ങനെ കഴിയുന്ന ഭരണാധികാരിയാണോ ഈ ലോകത്ത് സന്തോഷിക്കുന്നത്? സുബഹി നമസ്കാരം നിർവഹിച്ചു, അൽഹംദുലില്ലാഹ് എനിക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞല്ലോ, പടച്ചവനെ സ്തുതി. ഭാര്യ ഭർത്താക്കന്മാർ സംതൃപ്തിയിൽ കഴിയുന്നു, എന്നിട്ട് അൽഹംദുലില്ലാഹ് കഞ്ഞിയെങ്കിലും കുടിച്ചല്ലോ, വലിയ സമാധാനം. മാതാപിതാക്കളെ കാണുന്നു, മക്കളെ കാണുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആരെങ്കിലും പ്രഭാതത്തിൽ എഴുന്നേറ്റു, അവന്റെ ശരീരത്തിന് ആരോഗ്യമുണ്ട്, അന്ന് കഴിക്കേണ്ട ആഹാരവും അവന്റെ മുമ്പിലുണ്ടെങ്കിൽ അവൻ ഈ ലോകം മുഴുവനും കിട്ടിയവനെ പോലെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ എഴുന്നേറ്റു, ആഹാരം മുമ്പിലുണ്ട്, അതുപോലെ തന്നെ ആരോഗ്യമുണ്ട്, വേറെ എന്ത് വേണം? ഫകന്നമാ ഹീസത് ലഹു ദുനിയാ. അതുകൊണ്ട് പരലോകത്തെ മുമ്പിൽ കണ്ടുകൊണ്ടൊരു വിശ്വാസി ജീവിക്കുന്നു. لكن الذين اتقوا ربهم لهم جنات تجري من تحتها الأنهار خالدين فيها. അവർക്ക് ധാരാളം ആരാമങ്ങളുണ്ട്, അതിന്റെ അടിവാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്നു. ഖാലിദീന ഫീഹാ, അതിലവർ ശാശ്വതരായിരിക്കും. ഈ ലോകത്തുള്ള ഭരണാധികാരികളെ ഒന്നെങ്കിൽ നിങ്ങളുടെ ഭരണത്തിന്റെ ഇടയിൽ നിന്നും പൊക്കിയെടുത്ത് ശ്മശാനങ്ങളിലേക്ക് കൊണ്ടുപോകപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ മടിത്തട്ടിൽ നിന്നും അധികാരത്തെ പൊക്കിയെടുത്ത് അല്ലാഹു മറ്റാർക്കെങ്കിലും കൊടുക്കും. പക്ഷെ ഇതാ സ്വർഗീയ അധികാരം ഖാലിദീന ഫീഹാ, കാലാകാലമാണ്, എന്നത്തേക്കുമാണ്. നുസുലം മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുമുള്ള സൽക്കാരമാണ്. സൽക്കാരം ആദരവോടെ സ്നേഹത്തോടെ നൽകപ്പെടുന്നത്. നുസുലം മിൻ ഇൻദില്ലാഹി വമാ ഇൻദല്ലാഹ് وما عند الله خير للأبرار. പടച്ചവന്റെ പക്കലുള്ള അനുഗ്രഹങ്ങൾ പുണ്യവാളന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ മഹത്തരമാണ്. മനസ്സിൽ വിശ്വാസമുണ്ടോ? പടച്ചവൻ തരുന്നത് മതി. മനസ്സ് പരിശുദ്ധമാണോ? എനിക്ക് പടച്ചവൻ തരുന്നത് മതി. അവർക്ക് വളരെ സന്തോഷമാണ്, സംതൃപ്തിയാണ്. അവരുടെ ജീവിതം വലിയ ആഹ്ലാദത്തിലും സംതൃപ്തിയിലുമായിരിക്കും. അല്ലാഹു നമുക്ക് പടച്ചവന്റെ വാഗ്ദാനങ്ങളിൽ സന്തുഷ്ടരായി ജീവിക്കാൻ, ഈ ലോക വിജയം കരസ്ഥമാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ.